ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഡിസംബർ 28 കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ദിനമാണ്. യേശുവിനെ ആരാധിക്കാൻ എത്തിയ ജ്ഞാനികൾ ഹെറോദസിന്റെ കൊട്ടാരത്തിൽ ഉണ്ണിയെ അന്വേഷിക്കുന്നു. ഹെറോദസിന് അത് ഭയമായി. കാരണം മറ്റൊരു രാജാവ് പിറന്നു എന്ന വിവരം. സൂത്രത്തിൽ പറഞ്ഞു, നിങ്ങൾ ആരാധിച്ച് മടങ്ങുമ്പോൾ എനിക്കും ആരാധിക്കാൻ പോകണം. ഉണ്ണിയെക്കുറിച്ചുള്ള സൂക്ഷ്മ വിവരങ്ങൾ എന്നെ അറിയിക്കണം. സ്വർഗീയ സന്ദേശമനുസരിച്ച് ജ്ഞാനികൾ മറ്റൊരു വഴിക്ക് പോയി. കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ ഹെറോദേസ് ബത്ലഹേമും പരിസരത്തുമുള്ള 2 വയസ്സും അതിൽ താഴെയുമുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കാൻ ആജ്ഞ നൽകി. തിരുക്കുടുംബം ദൈവദൂതന്റെ നിർദ്ദേശമനുസരിച്ച് ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു. ഈ ഹെറോദേസിന്റെ അന്ത്യത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു ചെല്ലാം. ദൈവത്തിന് മഹത്വം നൽകാതിരുന്ന ഹെറോദേസ് ദൈവദൂതനാൽ അടിച്ചു വീഴ്ത്തപ്പെട്ടു. അന്ത്യമോ പുഴുക്കൾക്കിരയായി അന്ത്യശ്വാസം വലിച്ചുവെന്ന് അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 23-ാം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് കുഞ്ഞിപ്പൈതങ്ങൾ തരുന്ന സന്ദേശം? നന്മ ചെയ്താൽ നമുക്ക് സ്വർഗം ലഭിക്കും. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെത്തി. എന്നാൽ തിന്മ ചെയ്ത ഹെറോദേസോ ദുരന്തമാണ് കാത്തിരുന്നത്. നമ്മുടെ ജീവിതവും നന്മയുടേതായി മാറട്ടെ, സ്നേഹത്തിൻ്റെതാകട്ടെ, പരസ്പരം അനുഗ്രഹിക്കുന്നതാകട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മെ എല്ലാം കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അത് സ്വന്തമാക്കണ്ടേ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ.